നമ്മൾ നോക്കാനൊന്നുമില്ല, ആരും അറിയാനില്ല ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് തോന്നുന്ന പോലെ അവർ പണി വെച്ചിട്ട് പോകും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതായത് നമ്മൾ വണ്ടി നിരീക്ഷിക്കുന്നുണ്ടെന്ന് പണിയുന്ന ആൾ മനസ്സിലാക്കുക. ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യും. ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ മനസ്സിൽ കരുതേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വണ്ടി സർവീസ് സെന്ററിൽ കൊണ്ടുപോകുമ്പോൾ രാവിലെ വണ്ടി കൊണ്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും നിങ്ങൾ ഫസ്റ്റ് സർവീസ്, തേർഡ് സർവീസ്, ഫിഫ്ത്ത് സർവീസ് അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. അല്ലാതെ ഇടയ്ക്കുള്ള ഫസ്റ്റ് ഗിയർ നമ്മൾ 0 to 15 കിലോമീറ്റർ സ്പീഡിനകത്താണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഗിയർ. അതുപോലെ തന്നെ സെക്കൻഡ് ഗിയർ 15 to 25 ഇടയിലാണ് യൂസ് ചെയ്യുന്നത്. തേർഡ് ഗിയർ 25 to 30. നമസ്കാരം, എല്ലാവർക്കും VMC ടോക്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ റോയൽ എൻഫീൽഡ് BS6 മോഡലുകളുടെ പീരിയോഡിക് സർവീസുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ BS6 മോഡലുകളുടെ സർവീസുകൾ നമ്മൾ എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടുന്നത്, ഓരോ സർവീസും എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടുന്നത്, അതിൽ ഓരോ സർവീസിലും എന്തൊക്കെയാണ് നമ്മുടെ വണ്ടിക്കകത്ത് അവർ മാറ്റുന്നത്, റീപ്ലേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ സർവീസ് സെൻ്ററിൽ പോകുമ്പോൾ ചെയ്യുന്നത്, ഈ സർവീസുകളിൽ ഏതൊക്കെയാണ് പെയ്ഡ് സർവീസ്, അതേപോലെ ഏതൊക്കെയാണ് ഫ്രീ സർവീസ്, നിങ്ങൾ മസ്റ്റായിട്ടും സർവീസ് സെൻ്ററിൽ തന്നെ ചെയ്യേണ്ടുന്ന സർവീസുകൾ ഏതൊക്കെയാണ് തുടങ്ങിയ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് കുറച്ച് ടിപ്സ് കൂടി നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട്. നിങ്ങൾ ഓരോ തവണയും സർവീസ് സെൻ്ററിൽ കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നത് എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. കാരണം നിങ്ങൾ സർവീസ് സെൻ്ററിൽ പോകുമ്പോൾ ചിലപ്പോൾ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടിപ്സുകൾ കൂടി എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ പറഞ്ഞിരുന്നുണ്ട് വീഡിയോയുടെ അവസാന ഭാഗത്ത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് നേരെ അങ്ങ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴൊക്കെയാണ് നമ്മുടെ വണ്ടി നമ്മൾ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോകേണ്ടത്, ഓരോ സർവീസ് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് സർവീസ് എല്ലാവർക്കും അറിയാം, 500 കിലോമീറ്റർ അല്ലെങ്കിൽ 1.5 മാസമാണ് കമ്പനി പറയുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും ഇവർ ഈ പറയുന്ന റേഞ്ച് വിട്ടുപോകരുത്. അതായത് 500 കിലോമീറ്റർ കഴിഞ്ഞ് അല്ലെങ്കിൽ 1.5 മാസം കഴിഞ്ഞ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ പിന്നീട് നിങ്ങളുടെ വാറണ്ടി റിലേറ്റഡ് ക്ലെയിമുകളൊക്കെ തരാതിരിക്കാൻ അവർക്ക് പറ്റും. കാരണം നിങ്ങൾ ലേറ്റ് ആയിട്ടാണ് സർവീസ് ചെയ്തതെന്ന് പറഞ്ഞൊരു കാരണം അവർക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവർ ഈ പറയുന്ന റേഞ്ച് വിട്ടുപോകാതിരിക്കുക. അതിന് കുറച്ച് മുമ്പ് ഒരു 10-9 കിലോമീറ്റർ മുമ്പ് തന്നെ കൊണ്ടുപോയി നിങ്ങൾ സർവീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ ആ മന്തും കടന്നു പോകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് സർവീസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 500 കിലോമീറ്റർ അല്ലെങ്കിൽ 1.5 മാസം എന്നാണ് കമ്പനി പറയുന്നത്. ഇനി സെക്കൻഡ് സർവീസ് നിങ്ങൾ ചെയ്യേണ്ട സമയം 5000 കിലോമീറ്റർ അല്ലെങ്കിൽ 6 മാസമാണ് പറയുന്നത്. തേർഡ് സർവീസ് പറയുന്നത് 10000 കിലോമീറ്റർ അല്ലെങ്കിൽ 12 മാസം അഥവാ 1 വർഷം. ഫോർത്ത് സർവീസ് 15000 കിലോമീറ്റർ അല്ലെങ്കിൽ 18 മാസം. ഫിഫ്ത്ത് സർവീസ് 20000 കിലോമീറ്റർ അല്ലെങ്കിൽ 24 മാസം. സിക്സ്ത് സർവീസ് 25000 കിലോമീറ്റർ അല്ലെങ്കിൽ 30 മാസം. സെവൻത്ത് സർവീസ് 30000 കിലോമീറ്റർ അല്ലെങ്കിൽ 36 മാസം. എയ്ത്ത് സർവീസ് 35000 കിലോമീറ്റർ അഥവാ 42 മാസം. നയൻത്ത് സർവീസ് 40000 കിലോമീറ്റർ അഥവാ 48 മാസം. 10th സർവീസ് 45000 കിലോമീറ്റർ അഥവാ 54 മാസം. ആൻഡ് 11th സർവീസ് 50000 കിലോമീറ്റർ അഥവാ 60 മാസം. ഇത്രയാണ് നമ്മുടെ കമ്പനി മാനുവലി തരുന്ന സർവീസിൻ്റെ ഡീറ്റെയിൽസ്. മൊത്തം 11 സർവീസാണ് കമ്പനി ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ കിലോമീറ്റർ റേഞ്ചും മന്തും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ നമ്മുടെ ഫസ്റ്റ് സർവീസ്, സെക്കൻഡ് സർവീസ്, തേർഡ് സർവീസ്, ഫോർത്ത് സർവീസ്, ആദ്യത്തെ 4 സർവീസും ഫ്രീ സർവീസുകളാണ്. ഇത് നിങ്ങൾ മസ്റ്റായിട്ടും കമ്പനിയുടെ സർവീസ് സെൻ്ററിൽ തന്നെ പോയി ചെയ്യണമെന്ന് കമ്പനി പ്രത്യേകം പറയുന്നുണ്ട്. അതായത് ഏതാണ്ട് 15000 കിലോമീറ്റർ വരെയുള്ള, അതാണ് ഫോർത്ത് സർവീസ്, 15000 കിലോമീറ്റർ വരെയുള്ള സർവീസ് മസ്റ്റായിട്ട് നിങ്ങൾ സർവീസ് സെൻ്ററിൽ പോയി BS6ൻ്റെ വണ്ടികളിൽ ചെയ്തിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മുമ്പ് പുറത്തു വല്ലതും പോയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാറണ്ടി പിന്നെ കിട്ടത്തില്ല. അതുകൊണ്ട് ഫ്രീ സർവീസുകൾ മസ്റ്റായിട്ടും സർവീസ് സെൻ്ററിൽ പോയി എടുക്കണം. അതുപോലെ തന്നെ ബാക്കി സർവീസുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിയിൽ പോയി ചെയ്യാനുള്ള ഓപ്ഷൻ കമ്പനി തരുന്നുണ്ട്. നല്ല സർവീസ് സെൻ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സർവീസ് സെൻ്ററിൽ തന്നെ കണ്ടിന്യൂ ചെയ്താലും മതി. അപ്പോൾ മൊത്തം 11 സർവീസാണ് കമ്പനി ബുക്കിൽ പറയുന്നത്. അതായത് 50000 കിലോമീറ്റർ വരെയുള്ള സർവീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീണ്ടും ഈ സൈക്കിൾ നമ്മൾ ആദ്യം തൊട്ട് റിപ്പീറ്റ് ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത്. അതായത് 50000-ന് ശേഷം വീണ്ടും 500, 5000, 10000 എന്നുള്ള രീതിയിൽ വീണ്ടും ഇതേപോലെ തന്നെ ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി എപ്പോഴൊക്കെയാണ് സർവീസ് സെൻ്ററിൽ കൊണ്ടുപോകേണ്ടതെന്നും എപ്പോഴൊക്കെയാണ് ഓരോ സർവീസും ചെയ്യേണ്ടതെന്നും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഓരോ സർവീസിലും
നമ്മുടെ സർവീസ് സെൻറ്ററിൽ വണ്ടിയിൽ എന്തൊക്കെയാണ് അവർ ചേഞ്ചസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്, അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യമേ എഞ്ചിൻ ഓയിലിൻ്റെ കാര്യം തന്നെ എടുക്കാം. എഞ്ചിൻ ഓയിൽ ഓരോ ഓൾട്ടർനേറ്റീവ് സർവീസുകളിലുമാണ് റീപ്ലേസ് ചെയ്യേണ്ടുന്നത്. അതായത് ഫസ്റ്റ് സർവീസ് റീപ്ലേസ് ചെയ്യും. അതായത് നമ്മൾ ഫസ്റ്റ് 500 കിലോമീറ്ററിൽ കൊണ്ടുചെല്ലുമ്പോൾ അവർ എഞ്ചിൻ ഓയിൽ പുതിയതായിട്ട് റീപ്ലേസ് ചെയ്താണ് ഒഴിക്കുന്നത്. പിന്നീട് തേർഡ് സർവീസ്, ഫിഫ്ത്ത് സർവീസ്, സെവൻത്ത് സർവീസ്, 9th സർവീസ്, 11th സർവീസ്, ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓരോ സർവീസുകളിലും എഞ്ചിൻ ഓയിൽ അവർ റീപ്ലേസ് ചെയ്യും. അതിൻ്റെ ഇടയ്ക്കുള്ള സെക്കൻഡ് സർവീസ്, ഫോർത്ത് സർവീസ്, അങ്ങനെയുള്ള സർവീസുകളിലെല്ലാം അവർ ജസ്റ്റ് ടോപ്പ് അപ്പ് മാത്രമേ ചെയ്യാറുള്ളൂ. അത് നിങ്ങൾക്ക് അഥവാ ടോപ്പ് അപ്പ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാശ് കൊടുത്ത് എഞ്ചിൻ ഓയിൽ ഒഴിക്കേണ്ടി വരും. ചിലവരങ്ങനെ ചെയ്യുന്നവരുണ്ട്. ടോപ്പ് അപ്പ് വേണ്ട, പുതിയ എഞ്ചിൻ ഓയിൽ തന്നെ മതി എന്ന് പറഞ്ഞ് ഒഴിപ്പിക്കുന്ന ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ ചോയ്സാണ്. അല്ലാതെ അവർ ടോപ്പ് അപ്പ് മാത്രമേ ചെയ്യത്തുള്ളൂ. ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ കപ്പാസിറ്റി 2.75 ലിറ്റേഴ്സ് ആണ് ടോട്ടൽ. എന്നാൽ ഫസ്റ്റ് സർവീസിൽ മാത്രമേ 2.75 ഫില്ല് ചെയ്യത്തുള്ളൂ. ബാക്കിയുള്ള സർവീസിലെല്ലാം 2.3 to 2.5 ആണ് ഫില്ല് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിൻ ഓയിൽ ഫിൽറ്ററും ഇതേ രീതിയിൽ തന്നെയാണ് ഫസ്റ്റ് സർവീസ്, തേർഡ് സർവീസ്, ഫിഫ്ത്ത് സർവീസ്, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. അല്ലാതെ ഇടയ്ക്കുള്ള സമയത്ത് ഒന്നും ചെയ്യത്തില്ല. അതുപോലെ തന്നെ എഞ്ചിൻ സമ്പ് ഫിൽറ്റർ, ഇതും എഞ്ചിൻ ഓയിലിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഫസ്റ്റ് സർവീസ്, തേർഡ് സർവീസ്, ഫിഫ്ത്ത് സർവീസ് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് അത് ക്ലീൻ ചെയ്യുന്നത്. അടുത്ത നമ്മുടെ സ്പാർക്ക് പ്ലഗ് ആണെങ്കിൽ 4th സർവീസ്, 7th സർവീസ്, പിന്നീട് 10th സർവീസ്, ഈ 3 സർവീസിൽ മാത്രം സ്പാർക്ക് പ്ലഗ് റീപ്ലേസ് ചെയ്യും അവർ. ബാക്കിയുള്ള എല്ലാ സർവീസിലും അവർ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് മാത്രമേ ചെയ്യത്തുള്ളൂ. ഈ പറയുന്ന 4th, 7th, 10th മാത്രം സ്പാർക്ക് പ്ലഗ് റീപ്ലേസ് ചെയ്യും. അടുത്തത് മാഗ്നറ്റിക് ഡ്രെയിൻ പ്ലഗ്, ഗിയർ ബോക്സിൻ്റെ അടിയിലുള്ളതും, അതുപോലെ തന്നെ സെക്കൻഡറി ഡ്രെയിൻ പ്ലഗ്, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ അടിയിലുള്ളതും, അതും ഇതുപോലെ ഫസ്റ്റ് സർവീസ്, തേർഡ് സർവീസ്, ഫിഫ്ത്ത് സർവീസ്, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് മാത്രം അവർ ക്ലീൻ. അടുത്തത് നമ്മുടെ ഫ്യൂവൽ ഹോസും അതിൻ്റെ ക്ലിപ്പും 9th സർവീസിൽ മാത്രം അവർ റീപ്ലേസ് ചെയ്യും. ബാക്കിയുള്ള എല്ലാ സർവീസിലും അവർ ഇൻസ്പെക്ഷൻ ചെയ്യത്തുള്ളൂ. ഇൻസ്പെക്ട് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ അവർ റീപ്ലേസ് ചെയ്യത്തുള്ളൂ. അതുപോലെ നമ്മുടെ ആക്സിലറേറ്റർ കേബിളിൻ്റെ ഫ്രീ പ്ലേ എല്ലാം അവർ എല്ലാ സർവീസിലും ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ എല്ലാം 5000 കിലോമീറ്റർ കൂടുമ്പോഴും നമ്മളത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യണം എന്നാണ് റോയൽ എൻഫീൽഡ് നമ്മുടെ അടുത്ത് ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നമ്മുടെ ത്രോട്ടിൽ ബോഡിയിലേക്കുള്ള എയർ ഫിൽറ്ററും, ഇൻലെറ്റ് അഡാപ്റ്റർ, അതുപോലെ ഇവാപ്രേഷൻ എമിഷൻ എക്യുപ്മെൻറ്റിൻ്റെ റബ്ബർ ഹോസ്, ഇതെല്ലാം നമ്മൾ 9th സർവീസിലാണ് റീപ്ലേസ് ചെയ്യേണ്ടുന്നത്. ബാക്കി സർവീസുകളെല്ലാം അവർ ജസ്റ്റ് ഇൻസ്പെക്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രമേ റീപ്ലേസ് ഉള്ളൂ. അടുത്തത് നമ്മുടെ വണ്ടിയുടെ എയർ ഫിൽറ്റർ, ആദ്യത്തെ സർവീസിലും 2ാമത്തെ സർവീസിലും ജസ്റ്റ് ക്ലീനിങ് മാത്രമേ ഉള്ളൂ. തേർഡ് സർവീസിൽ അവരത് റീപ്ലേസ് ചെയ്യും. 4th സർവീസിൽ ക്ലീനിങ്, 5th സർവീസിൽ റീപ്ലേസ്, പിന്നീട് അങ്ങോട്ട് ഓൾട്ടർനേറ്റീവായിട്ട് ക്ലീനിങ് റീപ്ലേസ് എന്ന് പറഞ്ഞ് പോകത്തതേ ഉള്ളൂ. അങ്ങനെയാണ് എയർ ഫിൽറ്റർ അവർ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ക്ലച്ച് കേബിളിൻ്റെ ഫ്രീ പ്ലേയും നമ്മളെല്ലാം 1000 കിലോമീറ്റർ കൂടുമ്പോഴും ഒന്ന് ചെക്ക് ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത്. എല്ലാ സർവീസിലും അവർ അത് ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ സർവീസിലും നമ്മുടെ റെയർ ബ്രേക്കിൻ്റെ പെഡലും അതുപോലെ തന്നെ ബാറ്ററി ടെർമിനൽസും എല്ലാം അവർ ക്ലീൻ ചെയ്യാറുണ്ട്. എല്ലാ സർവീസിലും അത് ക്ലീൻ ചെയ്യുന്നുണ്ടെന്ന് നമ്മളും കണ്ട് ഉറപ്പുവരുത്തുക. അടുത്തത് നമ്മുടെ ഫ്രണ്ട് ഫോർക്ക് ഓയിൽ, അത് 5th സർവീസിലും 9th സർവീസിലുമാണ് റീപ്ലേസ് വരുന്നത്. ബാക്കി സർവീസിലെല്ലാം അവർ ജസ്റ്റ് ഇൻസ്പെക്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ. പിന്നീട് നമ്മുടെ വണ്ടിയുടെ ചെയിനാണ്. ചെയിൻ അവർ എല്ലാ സർവീസിലും നമുക്ക് ലൂബ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് തരും. എന്തെങ്കിലും ലൂസൊക്കെ ഉണ്ടെങ്കിൽ അവർ ടൈറ്റ് ചെയ്ത് തരും. പക്ഷേ ഞാൻ എപ്പോഴും സർവീസ് സെൻ്ററിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയിൻ ക്ലീൻ ചെയ്തിട്ട് ലൂബ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. എപ്പോൾ ചെന്നാലും എത്ര അഴുക്കാണ് നമ്മുടെ ചെയിനെങ്കിലും അതിൻ്റെ പുറത്ത് അവർ ലൂബ് അടിച്ചങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. പുറത്ത് ലൂബ് അടിച്ചിട്ട് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിലും നല്ലതായിട്ട് നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് നമ്മുടെ ചെയിൻ ലൂബ് ചെയ്യാം. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ബുള്ളറ്റിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. വേണ്ടവർ കയറി ചെക്ക് ചെയ്യുക. കാരണം സർവീസ് സെൻ്ററിൽ അവർ ക്ലീൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ജസ്റ്റ് ലൂബ് അടിച്ച് അഴുക്കിൻ്റെ പുറത്ത് ലൂബ് അടിച്ചങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ ക്ലീൻ ചെയ്ത് കൃത്യമായിട്ട് ചെയിൻ ലൂബ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടുന്ന സമയത്ത് അഡ്ജസ്റ്റും ചെയ്ത് കൊണ്ടുനടന്നാൽ മാത്രമേ നമ്മുടെ ചെയിനും അതുപോലെ സ്പ്രോക്കറ്റും എല്ലാം നല്ല ലൈഫ് കിട്ടത്തുള്ളൂ. കമ്പനി പറയുന്നത് എല്ലാ 1000 കിലോമീറ്ററിൻ്റെ അകത്തും നമ്മൾ ചെയിൻ ലൂബ് ചെയ്യണമെന്നാണ്. അതുപോലെ തന്നെ എല്ലാ 5000 കിലോമീറ്റർ കൂടുമ്പോഴും ചെയിനിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഒരുപാട് ലൂസായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ടൈറ്റ് ചെയ്യണം എന്നാണ് കമ്പനി പറയുന്നത്. അതുപോലെ പിന്നീട് വണ്ടിയുടെ സ്റ്റിയറിംഗ് ബോൾ, ആ സ്റ്റിയറിംഗ് ബോളിൻ്റെ പ്ലേ അതവർ എല്ലാ സർവീസിലും ചെക്ക് ചെയ്യാറുണ്ട്, ലൂബ്രിക്കേറ്റ് ഒക്കെ ചെയ്യാറുണ്ട്. അതെല്ലാം 5000 കിലോമീറ്റർ കൂടുമ്പോഴും മസ്റ്റായിട്ടും ചെക്ക് ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത്. പിന്നീട് നമ്മുടെ വണ്ടിയുടെ സ്പോക്കും റിമ്മും എല്ലാം എല്ലാ സർവീസിലും അവർ ചെക്ക് ചെയ്ത് നോക്കണമെന്നാണ് കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ സ്പോക്സിന് എവിടെയെങ്കിലും എന്തെങ്കിലും ലൂസ് ഉണ്ടെങ്കിൽ അത് ടൈറ്റ് ചെയ്യണം. അതുപോലെ റിമ്മിൽ എവിടെയെങ്കിലും വളവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് കമ്പനി മാനുവലിൽ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം സർവീസ് സെൻ്ററുകാർ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കണ്ട് ഉറപ്പുവരുത്തുക. അടുത്ത വണ്ടിയുടെ സ്വിംഗ് ആം ബുഷ് എല്ലാ 5000 കിലോമീറ്റർ കൂടുമ്പോഴും നമ്മൾ ലൂബ്രിക്കേറ്റ് ഒക്കെ ചെയ്ത്
വെക്കണം എന്നാണ് കമ്പനി പറയുന്നത്. അതും എല്ലാ സർവീസിലും അവർ ഇൻസ്പെക്ട് ചെയ്ത് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഡിസ്ക് ബ്രേക്കിൻ്റെ ഓയിൽ ലെവൽ നിങ്ങൾക്കറിയില്ല, ഫ്രണ്ടിൽ ഈ ഹാൻഡിലിൽ കാണുന്നതാണ്. ആ ഓയിലിൻ്റെ ലെവൽ എല്ലാ സർവീസിലും കമ്പനി ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ 5th സർവീസിലും 9th സർവീസിലും മാത്രം അത് റീപ്ലേസ് ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ 5th സർവീസിലും 9th സർവീസിലായിരിക്കും അത് റീപ്ലേസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ സമയത്തും അവരത് ചെക്ക് ചെയ്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് അവർ എല്ലാ സർവീസിലും ഫില്ല് ചെയ്ത് തരും. അടുത്ത എല്ലാ സർവീസിലും നമ്മുടെ വണ്ടിയുടെ സെൻട്രൽ സ്റ്റാൻഡ്, സൈഡ് സ്റ്റാൻഡ്, അതുപോലെ ഫുഡ് റെസ്റ്റ് തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം അവർ ലൂബ്രിക്കേറ്റ് ചെയ്യണം. അതും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നീട് വണ്ടിയുടെ ത്രോട്ടിൽ ബോഡി എല്ലാ 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 12 മാസം, അതായത് 1 വർഷം കൂടുമ്പോൾ പുറത്തെടുത്ത് ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം അത് തിരിച്ചു വെക്കാൻ. അത് സർവീസ് സെൻറ്ററിൽ ഓരോ 10,000 കിലോമീറ്റർ കഴിയുമ്പോഴും അത് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. പിന്നീട് നമ്മൾ സ്വന്തമായിട്ടാണ് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എന്തെങ്കിലും ആൽക്കഹോളിക് ആയിട്ടുള്ള ലിക്വിഡ്സ് ഒന്നും വെച്ച് അത് ക്ലീൻ ചെയ്യാൻ പാടില്ല. വെറുതെ പ്ലെയിൻ മൈക്രോ ഫൈബർ ക്ലോത്ത് കൊണ്ട് മാത്രം ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് കമ്പനി പ്രത്യേകം പറയുന്നുണ്ട്. അടുത്ത നമ്മുടെ വണ്ടിയുടെ കിക്ക് സ്റ്റാർട്ടിൻ്റെ ലിവർ എല്ലാ സർവീസിലും ലൂബ്രിക്കേറ്റ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യവും നിങ്ങൾ ഉറപ്പുവരുത്തുക. അടുത്തത് ക്ലച്ച് കേബിൾ, ആക്സിലറേറ്റർ കേബിൾ, സ്റ്റാർട്ടർ മോട്ടർ, സ്റ്റാർട്ടർ റിലേ, അതുപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ്, ബാക്ക് ബ്രേക്കിൻ്റെ ഷൂ, ഇതെല്ലാം എല്ലാ സർവീസിലും അവർ ചെക്ക് ചെയ്യുന്നുണ്ടെന്നും വേണ്ടി വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ടെന്നും എന്തെങ്കിലും റീപ്ലേസ് ചെയ്യേണ്ടി വന്നാൽ റീപ്ലേസ് ചെയ്യുന്നുണ്ടെന്നും ഉള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സൈഡ് സ്റ്റാൻഡിൻ്റെ സ്വിച്ചിൻ്റെ ഓപ്പറേഷൻ നമ്മൾ തന്നെ എല്ലാ 1000 കിലോമീറ്റർ കൂടുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക എന്ന് കമ്പനി പറയുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക് എല്ലാ സർവീസിന് നമ്മൾ കൊണ്ടുവരുമ്പോഴും സർവീസ് സെൻറ്ററിൽ തന്നെ സൈഡ് സ്റ്റാൻഡിൻ്റെ സ്വിച്ചിൻ്റെ ഓപ്പറേഷനൊക്കെ അവർ ചെക്ക് ചെയ്ത് നോക്കും. കാരണം നേരത്തെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് നേരത്തെ റീപ്ലേസ് ചെയ്യണം. കാരണം സൈഡ് സ്റ്റാൻഡിൻ്റെ സ്വിച്ച് കൊണ്ടുണ്ടാകുന്ന പ്രശ്നം നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സൈഡ് സ്റ്റാൻഡിൻ്റെ സ്വിച്ചിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പിന്നെ ഓടത്തില്ല, ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ വണ്ടി അണഞ്ഞു പോകും. ആ പ്രശ്നവും അതിൻ്റെ സൊല്യൂഷനും ഒക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ബുള്ളറ്റിൻ്റെ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാം. അതുപോലെ നമ്മൾ ഈ ഒരു പീരിയോഡിക് സർവീസ് ചെയ്യുന്ന കാലഘട്ടത്തിൽ തുടക്ക സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പുതിയൊരു വണ്ടി എടുത്തിട്ട് ആദ്യത്തെ 500 കിലോമീറ്റർ അഥവാ ഫസ്റ്റ് സർവീസ് ആവുന്നത് വരെ നിങ്ങൾ വണ്ടിയുടെ സ്പീഡ് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അമിതമായിട്ട് സ്പീഡ് എടുക്കാനൊന്നും പാടില്ല. അതുപോലെ തന്നെ ഓരോ ഗിയറിനും ഇത്ര സ്പീഡെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് വണ്ടിയുടെ മാനുവലി തന്നെ കമ്പനി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഫസ്റ്റ് സർവീസ്, അതായത് 500 കിലോമീറ്റർ ആവുന്നത് വരെ ഫസ്റ്റ് ഗിയർ നമ്മൾ 0 to 15 കിലോമീറ്റർ സ്പീഡിൻ്റെ അകത്താണ് യൂസ് ചെയ്യേണ്ടുന്നത് ഫസ്റ്റ് ഗിയർ. അതുപോലെ തന്നെ സെക്കൻഡ് ഗിയർ 15 to 25 ഇടയിലാണ് യൂസ് ചെയ്യേണ്ടുന്നത്. തേർഡ് ഗിയർ 25 to 30 യൂസ് ചെയ്യേണ്ടുന്നത്. ഫോർത്ത് ഗിയർ 30 to 45 യൂസ് ചെയ്യേണ്ടുന്നത്. അതുപോലെ വണ്ടിയുടെ ഫിഫ്ത്ത് ഗിയർ നിങ്ങൾ 45 എബോവ് മാത്രമേ ഇടാവൂ. 45 എബോവ് ടു 60 വരെ, അതുവരെ ഫിഫ്ത്ത് ഗിയർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 60 എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സർവീസ് തീരുന്ന വരെ നിങ്ങൾ 60യുടെ എബോവിൽ വണ്ടി ഓടിക്കാൻ പാടില്ല. ആദ്യത്തെ 500 കിലോമീറ്റർ നിങ്ങൾ ഒരു കാരണവശാലും വണ്ടി 60 എബോവ് ഓടിക്കാൻ പാടില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കമ്പനി പ്രത്യേകം മാനുവലി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഒരുപാട് ആദ്യമൊക്കെ കയറി ടോപ്പ് സ്പീഡ് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി ഉറപ്പായിട്ടും പണി കിട്ടും. ചിലപ്പം എൻജിൻ നോക്കിങ് ഒക്കെ അതുകൊണ്ടാണ് പല പുതിയ വണ്ടികളിലും തന്നെ വരാൻ കാരണമാകുന്നത്. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കും. ഇനി നിങ്ങളുടെ സെക്കൻഡ് സർവീസ് ആവുന്നവരെ, അതായത് ഒരു 501 കിലോമീറ്റർ മുതൽ 2000 കിലോമീറ്റർ വരെ എന്നാണ് മാനുവലി പറഞ്ഞിരിക്കുന്നത്. എങ്കിലും നിങ്ങളൊരു സെക്കൻഡ് സർവീസ് തീരുന്നത് വരെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്ന മറ്റൊരു റേഷ്യോ പറയാം. ഫസ്റ്റ് ഗിയർ നിങ്ങൾ 0 to 20 വരെയാണ് ഈ ഒരു സമയത്ത് യൂസ് ചെയ്യേണ്ടുന്നത്. അതുപോലെ സെക്കൻഡ് ഗിയർ 20 to 30, തേർഡ് ഗിയർ 30 to 40, ഫോർത്ത് ഗിയർ 40 to 55, അതുപോലെ ഫിഫ്ത്ത് ഗിയർ 55 to 70. ഇത്രയാണ്. ഈ ഒരു രീതിയിൽ വേണം നിങ്ങളുടെ ഗിയർ ഈ ഒരു സമയത്ത് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ. അതായത് സെക്കൻഡ് സർവീസ് തീരുന്നത് വരെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, 70 എബോവ് ഒരു കാരണവശാലും വണ്ടി എടുക്കാൻ പാടില്ല ടോപ്പ് സ്പീഡ്. ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ വണ്ടി എന്നും നല്ല രീതിയിൽ സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കും. കഴിവതും ആ ഒരു സെക്കൻഡ് സർവീസൊക്കെ തീരുന്നത് വരെ നിങ്ങൾ ടോപ്പ് സ്പീഡ് കയറാതെ ഈ പറഞ്ഞൊരു റേഷ്യോയിൽ വണ്ടി ഓടിച്ചു പോകാൻ ശ്രദ്ധിക്കുക. പിന്നീട് നമ്മുടെ മാനുവലി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വണ്ടി ഹയർ സ്പീഡുകളിൽ പോകാൻ കേപ്പബിളാണ്. നമ്മുടെ വണ്ടി 120 വരെയൊക്കെ ടോപ്പ് സ്പീഡ് നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ വണ്ടിയിൽ എൻ്റെ എല്ലാം തേർഡ് സർവീസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ചെക്ക് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 110 കിലോമീറ്റർ വരെ ഞാൻ കയറ്റി. പിന്നെയും കയറ്റാൻ അവസരം ഉണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ ആ റോഡിലെ സാഹചര്യം കൊണ്ട് എനിക്ക് ഫുള്ള് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ വണ്ടി ഹയർ സ്പീഡിൽ പോകാൻ കേപ്പബിളാണ്, പക്ഷേ റെഗുലറായിട്ട് നിങ്ങൾ ഇതുപോലെ ഹയർ സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് മെത്തേഡൊക്കെ നിങ്ങൾ മനസ്സിൽ കരുതുക. അപ്പോൾ നമ്മൾ വണ്ടിയുടെ പീരിയോഡിക് സർവീസുമായിട്ട് ബന്ധപ്പെട്ട പറയേണ്ട പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറയുമെന്ന് പറഞ്ഞില്ലേ, അതും കൂടെ പറയാം. അത് നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ മനസ്സിൽ കരുതേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും വണ്ടി സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകുമ്പോൾ രാവിലെ വണ്ടി കൊണ്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും നിങ്ങൾ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമോ വണ്ടി കൊടുക്കാൻ
പോകരുത്. എപ്പോഴും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ അവർ അതായത് സർവീസ് സെൻറ്റർ അങ്ങോട്ട് തുടങ്ങുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾ കൊണ്ട് വണ്ടി ആദ്യമേ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എപ്പോഴും നിങ്ങൾക്കറിയാം രാവിലെ ആ ഒരു ഉഷാറോടുകൂടി അവർ തുറന്ന് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പണിയുന്ന മെക്കാനിക്ക് അതിനനുസരിച്ചുള്ള ഒരു ഉഷാറിൽ ആത്മാർത്ഥമായിട്ടൊക്കെ നമ്മുടെ വണ്ടി സർവീസ് ചെയ്ത് തരും. ഉച്ചയ്ക്കൊക്കെ ശേഷം അവർ ആ ഒരു ഉറങ്ങി തൂങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്, എങ്ങനെയെങ്കിലും തീർത്തിട്ട് പോകണമെന്നുള്ളൊരു അവസ്ഥയിലായിരിക്കും അവരപ്പം പണിയുന്നത്. അതുകൊണ്ട് എപ്പോഴും ഫസ്റ്റ് തന്നെ വണ്ടി കൊണ്ട് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ധൃതി കാണിക്കരുത്. അതായത് നിങ്ങൾക്ക് വണ്ടി കൊണ്ട് കൊടുത്തിട്ട് അവിടെ പോകണം ഇവിടെ പോകണം അല്ലെങ്കിൽ ജോലിക്ക് പോകണം അങ്ങനത്തെ ഉള്ള ദിവസങ്ങളിലൊന്നും ഒരു കാരണവശാലും നിങ്ങൾ വണ്ടി സർവീസ് സെൻറ്ററിൽ കൊടുക്കാതിരിക്കുക. കഴിവതും നിങ്ങൾക്ക് വണ്ടിയുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ദിവസങ്ങളിൽ മാത്രം നിങ്ങൾ സർവീസ് സെൻറ്ററിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വണ്ടി കൊണ്ട് പലരും ചെയ്യാറുണ്ട്, വണ്ടി കൊണ്ട് അവിടെ കൊടുത്തിട്ട് വേറെ പണിക്കും അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ വണ്ടി അവിടെ വെച്ചിട്ടങ്ങ് പോകും. അവർ വൈകിട്ടോ ഉച്ചയ്ക്ക് വിളിക്കുമ്പോഴായിരിക്കും നിങ്ങൾ പിന്നെ പോയി വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളവിടെ നോക്കാനില്ല. അപ്പോൾ ആ ഒരു സമയത്ത് വേണമെങ്കിൽ എല്ലാ സർവീസ് സെൻറ്ററും ചെയ്യുന്നതല്ല, ചിലപ്പോൾ അവർ ഈ എഞ്ചിൻ ഓയിൽ മാറ്റേണ്ട റീപ്ലേസിൻ്റെ സമയത്ത് റീപ്ലേസ് ചെയ്യാതെ ഫില്ല് ചെയ്തങ്ങ് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അറിയത്തില്ല. അതുപോലെ പല കാര്യങ്ങളും ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അറിയത്തില്ല. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ അവിടെ തന്നെ നിന്ന് നിങ്ങളുടെ വണ്ടിയിലെല്ലാം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപ്പം വണ്ടിയുടെ കൂടെ എപ്പോഴും നിൽക്കുക. ഇനി തേർഡ് ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെയാണ്. എപ്പോഴും വണ്ടി സർവീസ് സെൻറ്ററിൽ കൊടുക്കുമ്പം നിങ്ങളുടെ വണ്ടി സർവീസിൽ കയറുന്ന സമയത്ത് നിങ്ങൾ അവിടെ തന്നെ നിന്ന് നിരീക്ഷിക്കുക, നിങ്ങളുടെ വണ്ടിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടോ. ഓരോ സർവീസിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാനും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ കയറാൻ സർവീസ് സെൻറ്ററിലെ ആൾക്കാർ തന്നെ നിങ്ങളടുത്ത് പറഞ്ഞു തരും. അതെല്ലാം ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ അവിടെ നിന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഒരു പേഴ്സണലായിട്ടുള്ള ടിപ്പും കൂടെ ഞാൻ പറയാം. ഞാൻ പൊതുവേ ചെയ്യുന്നത് സർവീസ് സെൻറ്ററിൽ കൊടുക്കുന്ന സമയത്ത് ഞാൻ നൈസായിട്ട് നമ്മുടെ വണ്ടി ആരാണോ പണിയുന്ന അയാളുടെ അടുത്ത് നടന്നകത്ത് കയറി ചെന്ന് എൻ്റെ വണ്ടി എടുത്ത് ചെല്ലും. എന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയും, വണ്ടിയുടെ എന്തെങ്കിലും അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് നോക്കണേ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ അയാളുടെ അടുത്ത് നിന്ന് ജസ്റ്റ് കമ്പനിയാവാൻ നോക്കും. അപ്പം പുള്ളിക്കാരൻ ഞാൻ അവിടെ നിൽപ്പുണ്ട്, ഞാനിത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അയാളുടെ മനസ്സിലും ഒരു ബോധം വരും. പിന്നെ ഞാൻ അവിടെ മാറി നിന്നിട്ട് നോക്കുന്നത് അയാൾക്ക് കാണാനും പറ്റും, ഞാൻ അവിടെ നോക്കി നിൽക്കുകയാണെന്നുള്ള കാര്യം അയാൾ ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഞാനങ്ങനെ നോക്കി നിൽക്കുന്നതുകൊണ്ട് തന്നെ അയാളെല്ലാം ആത്മാർത്ഥമായിട്ട് വണ്ടിയിൽ ചെയ്യുകയും ചെയ്യും. എല്ലാം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യും. ഞാൻ അവിടെ തന്നെ നോക്കി നിൽക്കും, അയാൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ആത്മാർത്ഥത അവരവിടെ കാണിക്കും. അതല്ല നമ്മൾ നോക്കാനൊന്നുമില്ല, ആരും അറിയാനില്ല ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് തോന്നുന്ന പോലെ അവർ പണി വെച്ചിട്ട് പോകും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ വണ്ടി നിരീക്ഷിക്കുന്നുണ്ടെന്ന് പണിയുന്ന ആൾ മനസ്സിലാക്കുക. ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടിപ്പായിട്ട് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ അറിയേണ്ടത് നല്ലപോലെ കാര്യങ്ങൾ ചെയ്യുന്ന സർവീസ് സെൻറ്റർ ഏതാണെന്ന് നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങളുടെ ഒരു ചുറ്റുപാടിൽ തന്നെ 2-3 സർവീസ് സെൻറ്റർ കാണും റോയൽ എൻഫീൽഡിൻ്റെ. അപ്പം കൂട്ടത്തിൽ നല്ല ഡീസൻ്റായിട്ട് സർവീസ് ചെയ്യുന്ന സർവീസ് സെൻറ്റർ ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തുക. ആ സർവീസ് സെൻറ്റർ അതായത് നേരത്തെ ബുള്ളറ്റ് യൂസേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും, ഇന്നടത്ത് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ആ സർവീസ് സെൻറ്ററിൽ തന്നെ സ്ഥിരമായിട്ട് കൊണ്ടുപോയി കൊടുത്ത് നല്ലപോലെ സർവീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ട് കൊടുക്കുമ്പോൾ അവിടുത്തെ നല്ല രീതിയിൽ ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു മെക്കാനിക്ക് കാണുമല്ലോ, സ്ഥിരമായിട്ട് നിങ്ങൾ കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊടുത്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞാവാം. അവിടുത്തെ ഏതെങ്കിലും ഒരു മെയിൻ മെക്കാനിക്ക് കാണും, പുള്ളിക്കാരൻ്റെ കയ്യിൽ തന്നെ കഴിവതും വണ്ടി കൊടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ ചെയ്യുന്ന ആരാണോ അയാളുടെ കയ്യിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതെങ്ങനെ ശ്രദ്ധിക്കാം, അവർ തോന്നുന്ന പോലെ എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ അല്ല. നമ്മളൊക്കെ ചെയ്യാറുള്ളത്, എൻ്റെ സർവീസ് എല്ലാം ഒരേ ആൾ തന്നെ ചെയ്യുന്നത്. എനിക്ക് അത്യാവശ്യം ഒരു വിശ്വാസമുള്ള ആളെ കൊണ്ടാണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ വേറൊരാളെ എടുക്കാൻ വന്നാൽ ഞാൻ ചെന്ന് പറയും മറ്റേ ആളെ എടുക്കുന്നതെന്ന് ഞാൻ ചെന്ന് പറഞ്ഞു. അതേപോലെ നമുക്കിന്ന് പറഞ്ഞാൽ മതി. അതേപോലെ തന്നെ ഈ സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്ക് വണ്ടി എല്ലാം സർവീസ് കഴിഞ്ഞിട്ട് അവർ തിരിച്ചുകൊണ്ട് തരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ടിപ്പ് കൊടുത്താൽ മതി. വല്ലതും 10-200 രൂപ അവരുടെ കയ്യിൽ ഒരു സന്തോഷത്തിന് കൊടുത്താൽ അവരത് ഹാപ്പിയായിട്ട് ചെയ്തു തരികയും ചെയ്യും. എല്ലാ പ്രാവശ്യവും ആ ഒരാളെ കൊണ്ട് തന്നെ നമുക്ക് സർവീസ് ചെയ്യിപ്പിക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ ഒരാളുമായിട്ട് നിങ്ങൾ കമ്പനിയായിട്ട് അയാളെ കൊണ്ട് തന്നെ കഴിവതും സർവീസ് ചെയ്യിക്കാൻ ശ്രമിക്കുക. അതൊക്കെ എൻ്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ടിപ്സാണ്. അപ്പം വീഡിയോ എന്തായാലും മുഴുവൻ കണ്ടവർക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും വരും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനലിൽ മാക്സിമം സപ്പോർട്ട് തരണം. അപ്പോഴേ നമുക്ക് വീണ്ടും ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാനുള്ളൊരു മനസ്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുവരെ വീഡിയോ എല്ലാം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ബൈ.